ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇന്നത്തെ വ്ളോഗ് തുടങ്ങുന്നത്. കാരണം നമ്മുടെ സാറിന് ജെൻറ്റിങ് ഐലൻഡ്സിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം. ഔട്ട്ലെറ്റ് മോളും അമ്യൂസ്മെൻറ്റ് പാർക്കും ഞാൻ കുറേ തവണ പോയിട്ടുണ്ട്. പക്ഷേ എൻ്റെ മലേഷ്യയിലെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസ് ആണ് ഈ ജെൻറ്റിങ് ഐലൻഡ്സ്. സോ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, നമുക്ക് ബസ് ഇവിടെ നിന്ന് ടാക്സി പിടിച്ച് ബസ് സ്റ്റാൻഡിൽ പോയി ബസ് കയറി ജെൻറ്റിങ് ഐലൻഡ്സിൽ പോകാം. അതാണ് ഏറ്റവും എളുപ്പം, ഏറ്റവും അഫോർഡബിൾ. എളുപ്പമല്ല, അഫോർഡബിൾ. പക്ഷേ വൈ ഐ ലവ് മലേഷ്യ സോ മച്ച് ഇസ് ദാറ്റ് ടാക്സീസ് ആർ സോ ഇൻക്രെഡിബിളി ചീപ്പ്. ഏകദേശം ഒരു 60 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ ഒരു മലയൊക്കെ കയറി 60 കിലോമീറ്റർ പോകണം. ആ 60 കിലോമീറ്റർ പോകാനായിട്ട് ഞാൻ ഇപ്പോൾ ബോൾട്ടാണ്, ഗ്രാബ് അല്ല, ബോൾട്ട് വഴി ടാക്സി ബുക്ക് ചെയ്തപ്പോൾ വെറും 800 റുപ്പീസിനാണ് ടാക്സി കിട്ടിയിരിക്കുന്നത്. ഇത് എന്താ ഇത്രയും വലിയ കാര്യം വിചാരിക്കും നമ്മൾക്ക്. പക്ഷേ ഒരു ഹോളിഡേക്ക് വരുമ്പോൾ നമ്മുടെ ടൈം വളരെ ഇമ്പോർട്ടൻറ്റ്. ഇവിടുന്ന് ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ പോയി ബസ് കയറി അങ്ങനെ പോകുമ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂർ എടുക്കും. ടാക്സി ആകുമ്പോൾ നമുക്ക് 45 മിനിറ്റിലെത്താം. അപ്പോൾ പോകാൻ 45 മിനിറ്റ്, വരുമ്പോൾ ഈ റേറ്റ് കിട്ടുമെന്ന് അറിയില്ല. എക്സാക്ട്ലി, ദാറ്റ് മേക്സ് സോ മച്ച് ഓഫ് ഡിഫറൻസ് ഇൻ അവർ ഹോളിഡേ. ആൻഡ് ഐ തിങ്ക് സോ ദിസ് ഇസ് ഓൺലി പോസിബിൾ ഇൻ മലേഷ്യ. ഈവൻ വിയറ്റ്നാമിലും ആൻഡ് തായ്ലൻഡിൽ പോലും ഇത്രയും ചീപ്പായിട്ട് നമുക്ക് ഇത്രയും ദൂരെ യാത്ര ചെയ്യാൻ പറ്റില്ല. പിന്നെ റോഡ്സും അടിപൊളിയാണ്. സോ തുടക്കം തന്നെ അടിപൊളി. അവിടെ വരെ കൊണ്ടുപോയിട്ട് ഒന്നും വാങ്ങാതെ വരരുത് കേട്ടല്ലോ. ഇവിടെ പോയ പ്രശ്നം എന്താ അറിയോ, ഞാൻ കുറച്ച് ഷൂസ് വാങ്ങും. പക്ഷെ ഇനി നമുക്ക് വെയിറ്റ് ഇല്ല. ഇനി നമുക്ക് 5 രാജ്യത്ത് ഇത് തൂക്കിക്കൊണ്ട് പോകണം. നോക്കട്ടെ, ഞാൻ അവിടെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും വാങ്ങാൻ പറ്റും നോക്കാം. സോ വെൽക്കം, അതാണ്. സോ വെൽക്കം ടു അവർ ജെൻറ്റിങ് ഹൈലൻഡ്സ് വ്ളോഗ്. സോ കാറ് കിട്ടി, ഭയങ്കര സൗകര്യത്തിലായിരിക്കും നമ്മൾ പോകുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ജേർണിയാണ് മലേഷ്യയിലെ റോഡിൽ കൂടെ പോകുന്നത്. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ കാർ റെന്റ് ചെയ്ത് കുറേ ദൂരം ഓടിച്ചു. നമുക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഇതും കൂടെ കണ്ടു കഴിയുമ്പോൾ, ഈ ജെൻറ്റിങ് ഐലൻഡ്സും കൂടെ കണ്ടു കഴിയുമ്പോൾ ജെഫ്രിൻ പറയും ഞാൻ പോയാലും എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേസസ് മലേഷ്യ വീണ്ടും വരണം എന്ന്. അല്ലേ, ഈവൻ ബാങ്കോക്ക് വെച്ച് നോക്കിയാൽ പോലും. ബാങ്കോക്ക് എന്റെ ഫേവറേറ്റ് ബാങ്കോക്ക് തന്നെയാണ്. പക്ഷെ എന്നാലും മലേഷ്യ കംസ് എ വെരി വെരി ക്ലോസ് സെക്കൻഡ്. ഏത് അതാണ് ജെഫ്രിന് ലൗഡ് മ്യൂസിക്കും ബഹളവും ക്ലബിങ്ങും നൈറ്റ് ലൈഫും അതിലൊന്നും വലിയ താല്പര്യമില്ല. സോ അങ്ങനത്തെ ആൾക്ക് പറ്റിയ സ്ഥലം കോലാലംപൂർ തന്നെയാണ്. കാരണം അധികം ക്രൗഡഡ് അല്ല. ആ സമയത്ത് ഫുഡിന് കുറെ ഓപ്ഷൻസ് ഉണ്ട്, ഭയങ്കര അഫോർഡബിൾ ആണ്. എല്ലാം കൂടെ കൊണ്ടും നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു ഫാമിലി ഡെസ്റ്റിനേഷൻ ആയിട്ട് മലേഷ്യ ഔട്ട്സ്റ്റാൻഡിങ് ആണ്. പിന്നെ ഫാമിലിമാരും കൂടെ ആണല്ലോ ജെഫ്രിൻ. നോക്ക്, മെട്രോ ഒക്കെ പോകുന്നത് എന്ത് സെറ്റപ്പ് അല്ല, ഫ്യൂച്ചറിസ്റ്റിക് സിറ്റി പോലെ കാണുന്നത്. നമ്മുടെ വണ്ടി ഓടിക്കുന്നതായിട്ട് സംസാരിച്ചപ്പോൾ പറയായിരുന്നു, ഇവിടെ തമിഴ്സും മലയാളീസുമാണ് പണ്ടത്തെ കാലത്ത് വന്നതെന്ന്. അതിന് കൊളോണിയലിസം ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആൾക്കാർ മലയാളീസ് ഇവിടുത്തെ ഇപ്പൊ റിച്ച് വില കൂടിയ കാറൊക്കെ ഓടിക്കുന്ന കാണുന്നത് മലയാളീസ് ആയിരിക്കും ഇന്ത്യൻ കാറ്റഗറിയിൽ. കാരണം അവർ ആ ടൈമിൽ ഇവിടെ മറ്റേ അഡ്മിനിസ്ട്രേഷനും ലാൻഡ് ഡീൽസും അതൊക്കെയായിരുന്നു നോക്കിയത്. സോ കൊളോണിയലിസം കഴിഞ്ഞപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഐഡിയ കിട്ടിയിട്ട് കുറേ പൈസ ഉണ്ടെന്ന്. സോ ആസ് ഓഫ് നൗ ഇവിടുത്തെ ഒരു റിച്ച് ഇന്ത്യൻ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ നമ്മുടെ ആൾക്കാരത്. അടിപൊളി, അഭിമാനം. അതെ, ആ സമയത്ത് തമിഴിയൻസ് കുറച്ചും കൂടെ താഴ്ന്ന ലെവലിലാണ്, ലൈക്ക് ഇൻകം വൈസ്. മലയാളീസ് ഇവിടെ ഉള്ളവരെല്ലാം സെറ്റാന്ന് പറയുന്നത്. അൺബിലീവബിൾ ആണ്. ഇവരുടെ ഡ്രൈവറായിട്ട് പറയായിരുന്നു ഇങ്ങോട്ട് അവര് അത് സത്യം. പുള്ളിക്ക് എല്ലാത്തിനെ കുറിച്ച് അറിയാം, നമ്മുടെ നാടും കേരളവും എല്ലാത്തിനെ കുറിച്ച് അറിയാം. അപ്പൊ പുള്ളി പറയുന്നത് ഇവിടെ ഇപ്പൊ ട്രെയിൻ ഡെവലപ്പ് ചെയ്യാണ്. ട്രെയിന് മൊത്തം കണക്ട് ചെയ്യാൻ പോകുന്നു. കേരള കുറെ സ്ഥലത്തുണ്ട്, പക്ഷെ ജെൻറ്റിങ് ഐലൻഡ്സ് വഴി ഏതോ ഈസ്റ്റ് കോസ്റ്റ് ഐലൻഡ്സിലേക്ക് പോകാനായിട്ട് ഹൈ സ്പീഡ് ട്രെയിൻ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക. അതുമാത്രമല്ല ജെൻറ്റിങ് ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പൊ 3 ലെയറായിട്ട് ഏറ്റവും അടി ഇപ്പൊ നമ്മുടെ മൂന്നാറിൽ അടിമാലി, പിന്നെ ഒരു നടുക്കുള്ള മൂന്നാർ ടൗൺ, പിന്നെ മുകളിലേക്ക് ചിന്നക്കനാൽ, അങ്ങനെയില്ലേ. അതുപോലെ ഏറ്റവും ടോപ്പിലാണ് ജെൻറ്റിങ് ഐലൻഡ്സ്. അതിന്റെ നടുക്കും താഴത്തേക്ക് ഇപ്പൊ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക. അതും ചെറിയതല്ല, മറ്റേ ഹാർഡ് റോക്ക് കഫേസും ഹയാത്ത് ഹോട്ടൽസും എല്ലാം. എന്നിട്ട് വളരെ അഫോർഡബിൾ റേറ്റ്സിൽ, ലൈക്ക് എനിക്ക് തോന്നുന്നു ഒരു 5,000-6,000 റേറ്റിലൊക്കെ ഹയാത്തൊക്കെ വരും. സോ ദാറ്റ് അടിയിലും ഡെവലപ്ഡ് ആവും. മുകളിൽ പോയി അത്ര എക്സ്പെൻസീവ് ആയിട്ട് അല്ലെങ്കിൽ ഓവർ ക്രൗഡഡ് ആക്കണ്ട. അടിയിൽ നിന്നിട്ട് പിന്നെ ഒരു 15 മിനിറ്റ് 20 മിനിറ്റിൽ ബസ് എടുത്തു കഴിഞ്ഞാൽ മുകളിലേക്ക് പോകല്ലോ. സോ വേറെ ലെവൽ ഡെവലപ്മെന്റ് ആണ് അവർ പ്ലാൻ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇത് വേൾഡിലെ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഒരു ഡെസ്റ്റിനേഷനായി മാറും ഈ ജെൻറ്റിങ് ഐലൻഡ്സ്. ക്ലൈമറ്റ് വൈസും ബ്ലെസ്ഡ്, പെർഫെക്റ്റ് ക്ലൈമറ്റും. ഇപ്പൊ നമ്മള് ജെൻറ്റിങ്ങിലേക്ക് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഒരു 15 മിനിറ്റേ ഉള്ളൂ.
നമ്മൾ നേരെ കാറിൽ നിന്ന് ഇറങ്ങി ഫ്രണ്ടിൽ തന്നെ വന്ന് നിന്നു. ഇതെല്ലാം ഏകദേശം 45-50 കിലോമീറ്റർ ഓഫറിൽ എന്തോ ഓഫർ ഉണ്ടായിരുന്നു. 700 രൂപ. ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ ലക്ഷറി ലോകത്ത് എവിടെ കിട്ടും? പിന്നെ ഈ ലക്ഷറി എവിടെ കിട്ടും മലേഷ്യ അല്ലാതെ? ഇനി നേരെ ഷോപ്പിങ്ങിൽ. സാറിന് ആദ്യമേ ഒന്ന് കുറച്ച് ടീഷർട്ടും ചെരുപ്പൊക്കെ നോക്കട്ടെ. അത്രയും വേണ്ട, നമുക്ക് നൈക്കി അഡിഡാസി വല്ലതും പോവാം. ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെയും ടോസ്റ്റീസ് വന്നു തുടങ്ങി. ഇത് നൈസ് ടു സീ യു ആണ്. നൈസ് ടു സീ യുവിൽ ടോസ്റ്റീസ് വന്നു തുടങ്ങി. നമ്മുടെ 7-Eleven ടോസ്റ്റീസ്, അതും ബീഫ് ചീസ് സലാമി. വേറെ എന്ത് വേണം ബ്രേക്ക്ഫാസ്റ്റിന്? ഇതൊരു കോൾഡ് കോഫി എടുത്ത സെറ്റ്. ജെന്റിങ് ഐലൻഡ്സും അതുപോലെ തന്നെ പ്രീമിയം ഔട്ട്ലെറ്റ്സും ഫുൾ ബൈ ഹാർട്ടാണ്. ഒരു കടയോ ഒരു ഫുഡ് സ്പോട്ടോ ഒന്നും എനിക്ക് തപ്പി നടക്കേണ്ട ആവശ്യമില്ല. നാട്ടിലെ ലുലു മോൾ എങ്ങനെയാണോ അത്രയും ഫെമിലിയർ ആണ് എനിക്ക് ഇവിടുത്തെ ഒരു ഏരിയ. സോ നേരെ നമ്മൾ ഫുഡ് കഴിച്ചു. ഇനി നേരെ നമ്മൾ അഡിഡാസും നൈക്കിയും കവർ ചെയ്യും. അതിന് വാൻസിൽ പോവും. എന്നിട്ട് ബാക്കി എന്താ പരിപാടി നോക്കും. ഇവിടുന്ന് പറ്റുമെങ്കിൽ കേബിൾ കാർ എടുത്ത് ഒന്ന് ഇൻഡോർ പാർക്കിലേക്ക് ഒന്ന് പോകണം. ഫുഡും കഴിക്കുക ഗൈസ്. ഇത് വീണ്ടും ഞാൻ പറയാം, ഇവിടെ മറ്റേ ചൈനീസ് സ്പ്രിംഗ് ഫെസ്റ്റിവൽ നടക്കുവാണ്. ന്യൂ ഇയർ ആണ്. കംപ്ലീറ്റ് മലേഷ്യ ഇപ്പോൾ ഈ കളറിൽ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്, റെഡ് ആൻഡ് പിങ്ക്. നമ്മൾ ഇവിടം വരെ വന്നത് മുതലാവോ ഇല്ലയോ എന്ന് അഡിഡാസ് നൈക്കിയിലും കയറുമ്പോൾ അറിയാൻ പറ്റും. എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മുതലാണ്. സൈസ് കിട്ടുമെന്ന് നോക്കുക, കാലിൻ്റെ എസ്പെഷ്യലി. ഇവിടെ കൂടുതൽ ചെറിയ സൈസ്, വലിയ സൈസ് ഒക്കെ സോൾഡ് ഔട്ട്. ഈ ഫോറിനേഴ്സ് വന്ന്, അറബികളും ഫോറിനേഴ്സും ഞാൻ കണ്ടിട്ടുണ്ട് 14 ഷൂസൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നു. 14 എണ്ണം ഞാൻ കൗണ്ട് ചെയ്തിരുന്നു. ആളുടെ സന്തോഷം കണ്ട, സന്തോഷം കണ്ട. ഇതാണ് ഞാൻ പറഞ്ഞത്, മലേഷ്യ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് മുതലാണ്. ഇതിന് നാട്ടിൽ ഏകദേശം ഇൻഫിനിറ്റി എന്ന് പറയുന്ന മോഡലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് സൈസ് കിട്ടാൻ പാടാ. ഇതിനൊരു നാട്ടിലൊരു 14 to 15, ചിലപ്പോൾ 17 വരെ വരാറുണ്ട്. ജെഫ്രിൻ്റെ അതുപോലത്തെ ഇൻഫിനിറ്റിയുടെ സ്ലൈഡ്സ് ലൈക്ക് അറൌണ്ട് 6,000 or 7,000. ഇതിനിപ്പോൾ ഇവിടെ 2,000, ഇവിടെ ഇതിന് 5,200 രൂപയും. ഇത് രണ്ടും കൂടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ലാഭമല്ലോ. ഇത് 2 കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ ലാഭത്തിന് ഉള്ള ലാഭമാണ്. ഇത് പക്ഷെ 3 എടുത്താൽ ഈ പ്രൈസ് ഉള്ളൂ. എന്തെങ്കിലും 3 എടുക്കണം. പിന്നെ ഒരു ടീഷർട്ട് വല്ല എടുക്കാം. എന്തൊക്കെയാ നോക്ക്, ഭാര്യനെ കൊണ്ടുപോലും ഇത്രയും പാടില്ല. ഭക്ഷണം വാങ്ങിക്കൊടുക്കണം, ഷോപ്പിങ്ങിന് കൊണ്ടുപോകണം, സെലക്ട് ചെയ്ത് കൊടുക്കണം. അതെ, എടുക്ക്. ചുമ്മാ ഒന്ന് നോക്കാന്ന് വിചാരിച്ച് വന്നതാണ്. കൈ നിറയെ സാധനങ്ങള് നോക്കിയതേ ഉള്ളൂ. ഭയങ്കര വെർത്തല്ലേ? ഒരു ഞാൻ വാങ്ങിയ ഷൂ വാങ്ങുന്ന പൈസ കൊണ്ട് 4 ഡ്രസ്സ് വാങ്ങി. 4 ഐറ്റം ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ 8,000-9,000 രൂപയുടെ പാൻസ് ഒക്കെ 1,500, 2,000, 3,000 രൂപയ്ക്ക് കിട്ടുന്നത്. ബാ ഇനി നൈക്കിയിലേക്ക് പോവാ. കണ്ടിന്യൂസ് ആയിട്ട് ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഔട്ട്ലെറ്റ് മോൾ. ഇപ്പം പുതിയൊരു വന്നിട്ടുണ്ട്, വെൻഷി എന്ന് പറയുന്നത്. വെൻഷി എന്ന് പറയുന്നത് ഇറ്റലിയിലൊക്കെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഹോട്ട് ചോക്ലേറ്റും ഐസ്ക്രീമും ജലാറ്റും ഒക്കെ കിട്ടുന്ന സ്ഥലം. അതെനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഏഷ്യയിൽ ഈ മലേഷ്യയിൽ ആദ്യമായിട്ട് ജെന്റിങ് ഐലൻഡ്സിൽ അവർ ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ട്. കയറിയിൽ നമ്മൾ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ അതേപോലെ നല്ല നല്ല ഒരുപാട് അടിപൊളി സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ബെസ്റ്റ് പാർട്ട് ഇസ് ദ വെദർ. ഷോപ്പിങ്ങിന് പറ്റിയ വെതറായത്. ഇങ്ങനെ ഔട്ട്ഡോറിൽ കൂടെ നടന്ന് എൻജോയ് ചെയ്ത് പോവാം. കോച്ചിലെ തിരക്ക് കാണിച്ചാലേ. ഇവിടെ ഭയങ്കര തിരക്കാ. കോച്ചിലേക്ക് കയറാനേ ക്യൂവാ. ഓൾമോസ്റ്റ് 60-70% ഓഫാ. വീക്ക് ഡേ ആണെങ്കിലും വീക്കെൻഡ്സ് പറയണ്ട. ഇന്ന് ഞങ്ങൾ മൺഡേ നോക്കി വന്നതാണ്. ഫുൾ തിരക്ക്. ആൻഡ് നൈക്കിയിൽ അതിനേം കാട്ടി സെയില്. ഇനിയിപ്പോ ഒന്നും വാങ്ങണ്ടാട്ടാ. ഞാൻ കേറിയിട്ട് വെറുതെ വരും. ഈ ശരി കാണുമ്പോഴത്തേക്കും ദിലുവിന് പ്രാന്തളകും. സീരിയസ്ലി. ഇപ്പൊ അത്രയില്ല, ഇപ്പൊ കുറഞ്ഞു. അതെങ്ങനെ വീട്ടിൽ വെക്കാൻ സ്ഥലം വേണ്ട ബാക്കി ഷൂ. ആളവിടെ പോയി മീൻ മാർക്കറ്റിൽ നിന്ന് ചാള നോക്കിയെടുക്കണ. ഇതൊന്ന് കാണിച്ചു ശരിക്കും മറ്റേ മീൻ മാർക്കറ്റ് കാട്ടി തരഞ്ഞത്. അടി ഇടി തള്ള് ഇതൊക്കെ കഴിഞ്ഞാലേ നമുക്ക് കിട്ടും. എന്നാൽ എന്റെ ഇതിൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ ഭ്രാന്താന്നുള്ളത് കറക്റ്റാട്ടോ. അടീനെ നോക്കൂട്ടോ, അടീനെ നോക്കൂ. ഇത് ഇതിന്റെ കാണിച്ചു തരാം. ഇതിന്റെ പ്രൈസ് കണ്ട 289. സോ ദാറ്റ്സ് അറൌണ്ട് 5,500. ഓക്കെ, ശരിക്കുള്ള പ്രൈസ് അറൌണ്ട് 9,000. ഈ 289 എന്ന് പറഞ്ഞാൽ 5,000. അതിൽ നിന്നും 50% ഓഫ്. അപ്പൊ 2,200 രൂപയ്ക്ക്. ഇത് നൈക്കിയുടെ SB ഡങ്സ്. SB എന്ന് പറയുന്ന ഒരു മോഡലാണ്. എങ്ങനെ ഭ്രാന്ത് പിടിക്കാണ്ടിരിക്കല്ലേ? ചാള നോക്കി എടുക്ക്. അതെ, ഇനി സാധനങ്ങളൊന്നും വാങ്ങുന്നില്ല.
ഇതെല്ലാം വാങ്ങി ഫുൾ കാര്യങ്ങൾ തീർന്നു. സമയം കളയണ്ട, ഇവിടെ നിന്ന് കറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പൈസകൾ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ റിസോർട്ട് ഐലൻഡിൽ പോവാം. ഫുഡ് എല്ലാം കഴിക്കണം. ഫുഡ് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോവാം. ആ ടെക്സസ് ചിക്കൻ ട്രൈ ചെയ്യണോ? ഞാൻ പറഞ്ഞില്ല എരിവുള്ളത്. ഈ ജെഫറിന് 2-3 ദിവസമായിട്ടേ വലിയ ചിക്കൻ കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മളിവിടെ വന്ന സമയത്തുണ്ടല്ലോ ഒരു പുള്ളി ഇങ്ങനെ ഒരു ചിക്കൻ കഴിക്കണം, നല്ല ഗ്രില്ല് ഇങ്ങനെ അത് വാങ്ങി തന്നിട്ട് കാര്യമുള്ളൂ. ജെഫ്രി, അവിടെ നിന്നേ ഷോപ്പിംഗ് സ്ഥലമാണ്, പക്ഷെ റിസോർട്ട് ഫീലിംഗ് അല്ലേ? അവിടെ പോയി വ്യൂ ഒന്ന് കണ്ടു നോക്ക്. കാറ്റും വ്യൂവും വെതറും ബ്യൂട്ടിഫുൾ അല്ലേ? നമ്മള് മറ്റേ വിയറ്റ്നാമില് എവിടെ പോയത്? അതൊന്നും ഇതിന്റെ അടുത്ത് വരില്ല. ബാന ഹിൽസ് പോയിട്ട് അവിടെ ഒരു കുഞ്ഞു സാധനത്തിന് എന്നാ വിലയായിരുന്നു. ഭയങ്കര റേറ്റാ. ഫുഡൊക്കെ ലാവിഷ് അല്ലേ? രാജാക്കന്മാരാണ്. എല്ലാം കൂടെ ഷോപ്പ് ചെയ്ത് ഇഷ്ടമുള്ള സ്ഥലത്ത് കഴിച്ചാ എത്രയാണോ നമ്മൾ സിറ്റിയിൽ കഴിക്കുന്നത് സാധാരണ സ്ഥലത്തെ റേറ്റ് സെയിം റേറ്റ് ആണ് ഇവിടെ. അത് ഇവർ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാ, ടൂറിസ്റ്റ് വരെ. ആൻഡ് ദെൻ ലുക്ക് അറ്റ് ദ വ്യൂ. സംഭവല്ലേ മലേഷ്യ അല്ലേ? ഇനി ഇതിനും കാട്ടി ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് അടുത്ത കൊണ്ടുപോകാൻ പോകുന്നത്. മലേഷ്യ നോക്കിക്കേ, ഇവിടെ നിന്നുള്ള വ്യൂ ബ്യൂട്ടിഫുൾ. നോ, ഇത് വേദുവിന്റെ സ്ഥിരം പ്ലേ സ്പോട്ടാ. അവനിവിടെ വന്ന കുറെ മലേഷ്യൻ ഫ്രണ്ട്സും കാണും. അവരുടെ ഒരു 2-3 മണിക്കൂർ കളിച്ചോളും. ഓ, മര്യാദയ്ക്ക് ഞാൻ പോവാമെന്ന് പറഞ്ഞതാണ്. ആരെ ഇങ്ങോട്ട് കയറിയ? ഇത് ജിയോഡാണോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. നമ്മുടെ മിസ്റ്റർ അന്തു പോളിന്റെ ഒക്കെ ഒരു ഫേവറേറ്റ് ബ്രാൻഡാണ്. അത് പറഞ്ഞിട്ട് നമുക്ക് വെറുതെ കയറാമെന്ന് വിചാരിച്ചതാ. എന്നിട്ട് ആർക്ക്? അതാ ഹാപ്പി ആയല്ലോ. മലേഷ്യ ഇഷ്ടപ്പെട്ട പീപ്പിൾ ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് ഇതുവരെ എക്സ്പീരിയൻസ് വന്നിട്ടില്ല. ഡ്രൈവേഴ്സ്, നമുക്ക് മറ്റേ ഷോപ്പ് കീപ്പേഴ്സ്, ഡ്രൈവേഴ്സ്, ഇന്ററാക്ട് ചെയ്യുന്ന എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി. മലേഷ്യൻസ് അടിപൊളിയാന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. ഹോട്ടല് സെറ്റപ്പ്, വിശാലമായ പച്ച പുൽത്തകിടുകൾ, പച്ചപ്പുകൾ, ഒന്നും പറയാനില്ല. സംഭവം ഒരാൾക്ക് കണ്ടിട്ട് കൺട്രോൾ വന്നു കേട്ടോ. മിക്കവാറും മലേഷ്യയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇത് വെപ്രാളം നോക്ക്, ഈ ചിക്കൻ കണ്ടിട്ടുള്ള വെപ്രാളമാണ്. നമ്മൾ തന്നെ പ്ലേറ്റ് എടുത്തിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുക, ലാസ്റ്റ് പേ ചെയ്യുക. 2 എണ്ണം ചോദിക്കുക. ഇത് എടുത്തത് കുറച്ച് കൂടിപ്പോയി കേട്ടോ. ചോറ്, ഈ ചിക്കൻ കറി, ഇത് മറ്റേ ഫ്രൈഡ് ചിക്കൻ. ഞാൻ കുറച്ച് പൊട്ടേറ്റോ എടുത്തു, കുറച്ച് കേൽ ഫ്രൈയും എടുത്തു, ഒരു മുട്ട എടുത്ത്. ജെഫ്രിൻ കഴിച്ചു തുടങ്ങി. ഞാൻ പെപ്സി വാങ്ങാൻ പോകുന്ന ടൈമിൽ ആള് ഹാപ്പി അല്ലേ? നാടൻ ഫുഡാണ്. ഈ ചിക്കൻ കറിക്കൊക്കെ ഒരു നാടൻ ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ ചോറും ക്രിസ്പി ചിക്കനും അടിപൊളിയാണ്. ഇത് ഫുഡ് കോർട്ടിലെ ഫുഡാണ്. ഇത്ര എടുത്തുകൊണ്ട് ഒരു 1400 രൂപയായി. പക്ഷെ നമ്മളൊരു സാധാരണ കഴിക്കുന്ന പോലെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ 2 പേർക്ക് ഒരു 1000 രൂപയ്ക്ക് നല്ല കിഡിലൻ ഹെവി ഡെലിഷ്യസ് ഫ്രഷ്ലി കുക്ക് മീൽ കഴിക്കാൻ പറ്റും. ഒരാളുടെ ശരിക്കും 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. ഈ ചിക്കൻ കറി ഉണ്ടല്ലോ, ഒരു കിടിലൻ നാടൻ ചിക്കൻ റോസ്റ്റിന്റെ ഫ്ലേവറാണ്. അതും ചോറും കൂടെ കഴിക്കുമ്പോൾ ഫ്രൈ ചെയ്തിട്ടാണ് സൂപ്പർ. പിന്നെ അതിൻ്റെ കൂടെ അവരുടെ ചിക്കൻ പീസ് അത് ഹ്യൂജാണ് ആൻഡ് പെർഫെക്റ്റ്ലി ഫ്രൈഡ് ആണ്. നമ്മുടെ KFC-നെയൊക്കെ കാട്ടി ഒരു ചിക്കൻ 65 വലിയ പീസ്, ആ ടേസ്റ്റാണ് ഇന്ന് വരുന്നത്. അവിടെ ഉണ്ടാക്കി വെച്ചിട്ടും പൊട്ടയായിട്ടില്ല, ഡ്രൈ ആയിട്ടില്ല. അടിപൊളി മീല്. ഇത് വീട്ടിലൊക്കെ അമ്മ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു കിഴങ്ങ് മെഴുക്കുവരട്ടി, അതും ഈ ചോറിനൂടെ വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഓ സൂപ്പർ, അടിപൊളി. വേർത്ത്. നമ്മളെ വന്നപ്പോ തൊട്ട് ചെയ്ത എല്ലാ കാര്യം, ഹോട്ടല്, ഫുഡ്, ട്രാവല് എല്ലാം അടിപൊളിയായിരുന്നില്ലേ? അതെ, ഇന്നിപ്പോ ചെയ്തത് ഭയങ്കര അടിപൊളിയായില്ലേ? ഇനിയിപ്പോ ഒരു കാര്യം കൂടെ ചെയ്യുമ്പോ ജെഫ്രിനുണ്ടല്ല, പിന്നെ എന്നോട് ചിലപ്പോ ലവ് വന്നിപ്പോ തെറ്റിയായിരിക്കും ആൾക്കാര്. കേബിൾ കാറിന് 200 രൂപയും കാണ്ടുള്ളേ. പക്ഷേ ഇതിന് വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നേരെ റിസോർട്ട് വേൾഡിലേക്കാണ് പോകുന്നത്, എന്ന് പറഞ്ഞാൽ മെയിൻ എൻ്റർടൈൻമെൻറ്റ് ഏരിയയിലേക്ക്. പക്ഷേ നടുക്ക് വെച്ച് വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാം.
ഇറങ്ങിയിട്ട് അവിടെ ഒരു ടെമ്പിളും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ട്. അത് കണ്ടിട്ട് ഇത് കയറിയിട്ട് പോകാം. ഞങ്ങളിപ്പോൾ നേരിട്ട് മുകളിലേക്ക് വന്നത് കാരണം സമയമില്ല. ജസ്റ്റ് ഐ വാസ് വോണ്ട് ടു ഷോ ഹിം ഹൗ ഗ്രേറ്റ് ദ ജെന്റിങ് ഐലൻഡ് എൻ്റർടൈൻമെൻറ്റ് റിസോർട്ട് ഇസ്. ഒരു മസ്റ്റ് ഡു. നിങ്ങൾ ഇങ്ങോട്ട് മലേഷ്യയിലേക്ക് വരുവാണെങ്കിൽ പ്രിഫറബിളി 2 nights അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നൈറ്റ് ജെന്റിങ് ഐലൻഡ്സിൽ താമസിച്ചേ പറ്റൂ. വേൾഡിൽ എവിടെയും കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടുത്തെ മിസ്റ്റ് നോക്ക്, എപ്പോഴും മിസ്റ്റാണ് ഇവിടെ വരുമ്പോൾ. ഇവിടെയൊക്കെ താമസിക്കുമ്പോൾ അതിൻ്റെ ഫീൽ ഒന്ന് ആലോചിച്ച് നോക്കുക ഗൈസ്. യു ആർ സ്റ്റേയിങ് ഓൺ ഗുഡ് ക്ലൈമറ്റ്. ജസ്റ്റ് ഇവിടെ തന്നെ റിസോർട്ടും അതിൻ്റെ മുകളിൽ അതിൻ്റെ അകത്ത് തന്നെ ഷോപ്പിംഗ് മാളും എല്ലാം ഇവിടെ അടുത്ത് തന്നെ. അതെ, സ്ഥലത്തിന്റെ വൈബ് കണ്ട വന്നിറങ്ങിയപ്പോ സൂപ്പറല്ലേ. ഇങ്ങനത്തെ തന്നെ ഒരു 4 അല്ലെങ്കിൽ 5 ലുലു മോൾ ഒരു സ്പേസ്. അതിന്റെ സ്പേസ് ഒരു വിജൃംഭിച്ച സ്പേസ് ആണ്. പക്ഷെ ഇതൊക്കെ പ്രൈവറ്റ് ആണെന്ന് വെളിയില് നമ്മൾ വന്നു കഴിയുമ്പോൾ തന്നെ കേരളത്തിൽ വരുമ്പോൾ തന്നെ കുറെ ഔട്ട്ഡോർ ഡൈനിങ് റെസ്റ്റോറൻറ്റ്സ് അവിടെ നമ്മൾ നേരെ വന്ന് കയറുന്നത് 5 ഫ്ലോറിന്റെ കിഡിലൻ ലൈഫ് സ്റ്റൈൽ മോളാണ്. ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് കാസിനോയും മറ്റേ ഇൻഡോർ തീം പാർക്ക് ഉള്ളത്. ഔട്ട്ഡോർ തീം പാർക്ക് ഈ വഴി തന്നെ, റിസോർട്ടും എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഉള്ളത്. മോൾ എന്നൊക്കെ പറഞ്ഞാൽ സെറ്റ് മോളാണ്. ഒരു വ്യക്തിയുടെ എല്ലാ ബ്രാൻഡും എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടുന്ന് ആരും അധികം ഷോപ്പ് ചെയ്യില്ല. ഔട്ട്ലെറ്റ് അവിടെയുള്ള പിന്നെ ഈ എങ്ങനെ ഷോപ്പ് ചെയ്യാനാ? എന്തൊരു സ്ഥലമാണെന്ന് നോക്കിക്കേ, എന്തൊരു വൈബാന്ന് നോക്കിക്കേ. ഇതിന്റെ അകത്ത് അതെ അതാണ് ഇൻഡോർ തീം പാർക്ക്. ഏതെങ്കിലും പറ്റുമെങ്കിൽ ഒരു റൈഡിൽ കയറുക. ഡിഫറെന്റ് ഒരു റൈഡിൽ നിങ്ങൾക്ക് വേണ്ടി കയറുന്നതായിരിക്കും. എന്നെ കൊണ്ട് പറ്റില്ല ഇതൊന്നും. ഞാൻ മറ്റേ കയറാം. ഏത്? മറ്റേ PR. അയ്യ, അതിനാണ് ഇവിടെ വരെ വന്നത്. എനിക്കതാ ഇഷ്ടം. ഞാൻ അതിനുവേണ്ടി അമേരിക്ക വരെ പോകും. ജെഫി, ഒന്നില്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ അത്, ഏതെങ്കിലും ഒരെണ്ണത്തിൽ കയറുക. ഫുഡ് കഴിച്ചാൽ 1 മണിക്കൂറായി. ഞാൻ സഹിച്ചു. ഇവിടെ വരെ കൊണ്ടുവന്നിട്ട് ജെഫറിനും അമ്യൂസ്മെന്റ് പാർക്ക് ഇത്ര ഇഷ്ടമെന്ന് കേട്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടും പിള്ളേരാണത്. അതിൽ വലിയവരൊക്കെ ഉണ്ട്. പിള്ളേർ കയറുന്നതിൽ കയറാൻ കുഴപ്പമില്ലല്ലോ, എക്സ്ട്രീം അല്ലല്ലോ. വന്ന് പുറത്തേക്ക് കയറാം നമുക്ക്. ഇതൊക്കെ കുറച്ച് എക്സ്ട്രീം ആട്ടാ. ഇത് വെറുതെ പിള്ളേരുടെ റൈഡ് മാത്രമല്ല ഇവിടെ. എൻ്റെ അമ്മോ, ഓഹോ, ഇത് കുറെ നേരമുണ്ട്. ഇത് മുകളിലെ തലകുത്തിയൊക്കെ നിർത്തി ചെയ്യും. ഇത് കുറച്ച് എക്സ്ട്രീമാ അല്ലേ? പിന്നെ ഇതിന്റെ 3 ഇരട്ടിയല്ലേ നമ്മളന്ന് അവിടെ ചെയ്തത് ടർക്കിയില്ല. മുകളിൽ നിന്ന് നോക്കിയാൽ കംപ്ലീറ്റ് വ്യൂ കാണാം. എനിക്ക് തോന്നുന്നു ഒരു ദിവസത്തെ അൺലിമിറ്റഡ് പാസ്, അൺലിമിറ്റഡ് റൈഡ് ഞാൻ കണ്ടു. പെർ റൈഡ് പേ ചെയ്യാം. പക്ഷെ അതിനെക്കാട്ടി ബെറ്റർ അൺലിമിറ്റഡ് എടുത്ത് കഴിഞ്ഞാൽ 1000-2000 രൂപ കാണ്ടേ ഉള്ളൂ. അൺലിമിറ്റഡ് ത്രൂ ഔട്ട് ദ ഡേ. നമുക്ക് വെളിയിൽ പോയി വരാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. റൂമിൽ പോയി റെസ്റ്റ് ചെയ്തിട്ട് പിന്നെയും വരാം. അങ്ങനെയാണ്. ഭയങ്കര പുറത്തല്ലേ? പിന്നെ ഇവിടെ വന്നിട്ട് എല്ലാം പുറത്താ. എല്ലാം പുറത്താ. ഗൈസ്, ഇതായിരുന്നു ആക്ച്വലി VR-ൻ്റെ ഏരിയ. നിങ്ങൾ നേരത്തെ ബ്ലോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, വേദും പ്രിയ ഒക്കെ VR-ൽ കയറിയിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ഇവിടെ മൊത്തം അവർ റെനോവേറ്റ് ആയിരിക്കും. ഫുൾ VR-ൻ്റെ പല ഗെയിംസും ഉണ്ടായിരുന്നേ. അപ്പോൾ VR-ൽ കയറാനുള്ള ഭാഗ്യമില്ല. നമുക്ക് റൂമിൽ പോയി എല്ലാം കണ്ടല്ലോ, ഷോപ്പിംഗ് നടന്നു, അത് കുഴപ്പമില്ല. അതെങ്കിൽ നമുക്ക് വേറെ സ്ഥലത്തേക്ക് കയറാമല്ലോ. ഓക്കെ, നേരെ വിടാമല്ലോ. ഹാപ്പി അല്ലേ? ഹാപ്പി. സാർ എടുത്താ സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ പറ്റിയ ചെരുപ്പ്. ഞങ്ങൾ തിരിച്ചതേ റൂമിൽ വന്നു. വെളിയിൽ കുറച്ച് മഴയുണ്ട്. പക്ഷെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് ചാടണം, കാരണം ഇന്നും കൂടെ പറ്റുള്ളൂ. ഇനിയുള്ള സ്വിമ്മിംഗ് പൂളിൽ ചാടണമെങ്കിൽ അത് ഐസായിരിക്കും. ഇനി എല്ലാം -30 ആയിരിക്കും. അതെ. സോ ഞങ്ങളുടെ KL ഹോളിഡേ കഴിയുവാണ്. ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ദ KL സീരീസ്. ഇനി നമ്മൾ നേരെ -20 to 30. ഞങ്ങൾ ഇന്ന് നോക്കിയപ്പോൾ -33 ആയിരുന്നു. അത്രയും എക്സ്ട്രീം നമുക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റില്ല, കാരണം ഞങ്ങളുടെ വ്ളോഗ്സ് മൊത്തം ഔട്ട്ഡോർ ആണ്. സോ ഹോപ്പ്ഫുള്ളി അതല്ലാതെ നല്ല വ്ളോഗ്സ് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ആർക്കും അധികം കൊണ്ടുവരാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ പറ്റുന്നത്. ഷോപ്പ് ചെയ്യാൻ കഴിഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങി KL ശരിക്കും എൻജോയ് ചെയ്ത് വീണ്ടും KLയിലേക്ക് വരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ദിസ് പ്ലേസ് ഇസ് അമേസിങ്. മോസ്റ്റ് വാല്യൂ ഫോർ മണി ഹോളിഡേ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ്. സോ ഇനിയിപ്പോൾ പോയി പാക്ക് ചെയ്യാനുണ്ട്. നേരത്തെ കിടക്കണം. രാവിലെ 5 മണിക്കാണ് രാവിലെ 5 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. രാവിലെ 8 മണിക്കാണ് ഫ്ലൈറ്റ്. ഏകദേശം 10-12 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുള്ളൂ. സോ ഇറ്റ്സ് എ ലോങ് ഡേ ടുമോറോ. നമ്മൾ ആ ട്രാവൽ വ്ളോഗ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. സോ അടുത്ത വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി. ബൈ.